യഹൂദയിലെ കുറിച്ച് ഞങ്ങൾ പരിശുദ്ധ രാജ്ഞി കന്യക മാതാവ് അവരുടെ കൊണ്ട് അങ്ങേ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായി സർവേശ്വര ഭാഗ്യതയായ മറിയത്തിന്റെ ആത്മാവ് ശരീരം റൂഹത കുതിച്ചട എനിക്കത്താലെ അങ്ങ് ദൈവത്തിന് യോഗ്യമായി പീഠമായപ്പാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചല്ലോ. ഈ ദിവ്യമാതാവിനെ സ്മരിച്ച് സന്തോഷിക്കുന്ന ഞങ്ങളോട് ആഗ്രഹമുള്ള അപേക്ഷയാൽ ലോകത്തുള്ള സകലാപത്തുകളിൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളെ കർത്താവ് ശംശേറിയ യഹൂദയിലെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചിരണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ അടയാളത്താൽ ആദിയിലാകാശവും അഞ്ചിത ഭൂതലവും ഉണരും പ്രശാന്ത വേളയിൽ നിറഞ്ഞ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ. സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോൾ സ്നേഹാഗ്നിയായി പടരൂ. ആത്മീയ മന്നയായി ഈ സമൂഹത്തിൽ പൊഴിയൂ. ജോർദാൻ നദിയിൽ വെൺപ്രാവായി പറന്നിറങ്ങിയൊരാത്മാവേ, മോശയ്ക്കും അഹരോനും പുത്തൻ ജീവൻ നൽകിയൊരാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി വരൂ, പുതുമഴയായി പെയ്തിറങ്ങൂ. സ്നേഹന്മാരിൽ ഇറങ്ങിയപ്പോൾ സ്നേഹാഗ്നിയായി പടരൂ. ആത്മീയ മന്നയായി ഈ സമൂഹത്തിൽ പൊഴിയൂ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 49, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ദൈവമായ കർത്താവിന് സ്തുതി.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ, ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്ന ചിന്ത ഞങ്ങളിലുണ്ടാകുമ്പോൾ, അവിടുത്തെ ജീവനുള്ള വചനത്താൽ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും പകർന്നു നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗീയ അപ്പ, മാതൃസ്നേഹത്തേക്കാൾ ആഴമേറിയ സ്നേഹവും കരുതലുമാണ് ഞങ്ങളോടുള്ളതെന്ന ഉത്തമമായ ബോധ്യത്തോടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, മിസ്സിയോ കുടുംബത്തിന് ആത്മീയ പോഷണം നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന അഭിപിന്ന പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലിസാന്റെയും ടോമിച്ചൻ ചേട്ടനെയും, മിസ്സിയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും, 21ാം ബാച്ചിലെ എല്ലാവരെയും, അവരുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും നാഥ അങ്ങയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന കുടുംബത്തെയും ഇന്റർനെറ്റ് സംവിധാനത്തെയും ഇന്നത്തെ സെഷനെ വിജയപ്രദമാക്കാൻ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നയിക്കണമേ. പിതാവെ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനും ദൈവസ്നേഹാനുഭവത്തിൽ വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമരുളുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധി അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവത്തിന് മഹത്വം. ലോക സുവിശേഷവൽക്കരണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളെയും മിസ്സിയോ കോഴ്സിന്റെ 21ാം ബാച്ചിലെ 2ാം സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നാം അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്നുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. സങ്കീർത്തനങ്ങൾ 34:8 ഇങ്ങനെ പറയുന്നു: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. ഇന്നേ ദിവസം മാതാവിനോടൊപ്പം കൊന്ത ചെല്ലുവാൻ നമ്മെ നയിച്ച ഡോക്ടർ ടോജി ആൻഡ് ഫാമിലിയെയും വളരെ മനോഹരമായ ഗാനത്തോടെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നയിച്ച മെറീന ജോയിയെയും ബൈബിൾ റീഡിങ്ങും പ്രാർത്ഥനയും നടത്തിയ ലിസി സണ്ണിക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. മിസ്സിയുടെ രക്ഷാധികാരിയും ആത്മീയ പിതാവും ഷിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും പുനലൂർ ഡയസിസ് മെത്രാൻ റെവർ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന റെവ് ഫാദർ മനോജ് വടക്കേടത്ത് CMF അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആലിസ് കുട്ടി ആന്റിയെയും നാം ഇവിടെ ആയിരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച റിസോഴ്സ് ടീം, മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അവരെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തിരക്കുകളെല്ലാം മാറ്റിവെച്ച്, ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ സെഷൻ പ്രൊക്ലമേഷന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ജോൺ തോമസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യക്തിപരമായി വ്യവസ്ഥകളിൽ കൂടാതെ ദൈവത്തിന്റെ സർവശക്തിയോടും കൂടെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയണമെന്നോ, ഈ സ്നേഹത്താൽ നിറഞ്ഞ നാമുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്ക് ഈ സ്നേഹം ഒഴുകി ഇറങ്ങണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരും ദൈവ കുടുംബമായി കഴിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറവുകളോ കഴിവുകളോ നേട്ടങ്ങളോ സമ്പത്തോ ദാരിദ്ര്യമോ പാപമോ ഒന്നും പരിഗണിക്കാതെ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അനന്തമായി അളവില്ലാതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം.
ദൈവപിതാവിന്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രഥമ പങ്കുവയ്ക്കലാണ് മനുഷ്യനെ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. സൃഷ്ടിയായ മനുഷ്യന് ദൈവം കൊടുക്കുന്ന വിലയും അനന്യതയും. തന്റെ ഛായയിൽ തന്നെ, ദൈവത്തിന്റെ ഛായയിൽ തന്നെയാണ് അവനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവന് വേണ്ടതെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്തു. അല്ല, അവന് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച ശേഷമാണ് അവനെ സൃഷ്ടിച്ചത്. വസിക്കാൻ ഭൂമി, മനോഹരമായ പ്രകൃതി, ജീവിതത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും, സർവ്വ ജീവജാലങ്ങളുടെ മേൽ അധികാരവും ആധിപത്യവും അവിടുന്ന് നൽകി. ദൈവിക ജീവനും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നൽകി ദൈവമാതാവ് മനുഷ്യനെ പറുദീസയിലാക്കി. എന്നാൽ മനുഷ്യൻ ദൈവം ദാനമായി നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് പാപം ചെയ്തു, തിന്മയിൽ നിബന്ധിച്ചു. പാപം ചെയ്ത മനുഷ്യൻ നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി ഫലം ഭക്ഷിച്ച് അമർത്യത പുൽകി നിത്യനാശത്തിലാകാതിരിക്കുവാൻ അവനെ പറുദീസയിൽ നിന്ന് ദൈവം പുറത്താക്കുന്നു. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹപ്രവൃത്തിയായി നാം ഇതിനെ കാണണം. പിന്നീട് പഴയ നിയമഗ്രന്ഥങ്ങളിൽ കാണുന്നത് മനുഷ്യനെ പിന്തുടർന്ന് സഹായിച്ച് വഴി നടത്തുന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുകയാണ് അതെല്ലാം. വിഗ്രഹങ്ങളുടെ നാടായ ഊറിൽ നിന്നും അബ്രഹാത്തെ വിളിച്ച് വേർതിരിച്ച് ഒരു കുടുംബമായും പിന്നീട് ഇസ്രായേൽ ജനത സ്വന്തം ജനമായും രൂപപ്പെടുത്തിയ ദൈവസ്നേഹം. സാക്ഷ്യ പേടകത്തിൽ മറഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ കൂടെ സഞ്ചരിച്ച ദൈവസ്നേഹം. ധാർഷ്ട്യം പിടിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഭരുഭു യാത്രയില് ശിക്ഷയും ശിക്ഷണവും നൽകി പിന്തുടരുന്ന ദൈവസ്നേഹം. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവസ്നേഹം. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ ദൈവം, നമ്മുടെ ദൈവം, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അമ്മമാർ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ വേദനയിൽ ഈ ലോകത്തിൽ ഏറ്റവും ആശ്വാസം ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും സ്വന്തം സുഖ സൗകര്യങ്ങൾ പോലും ത്യജിച്ച് കുഞ്ഞിന്റെ നന്മയ്ക്കായി ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അമ്മയുടെ സ്നേഹത്തെ ലോകത്തിലെ ഏറ്റവും മഹത്തായ സ്നേഹമായി കണക്കാക്കുന്നത്. ഇനി ഈ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം കമ്പയർ ചെയ്യുവാന് ലോകത്തിൽ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹാനുഭവം അമ്മയുടെ സ്നേഹം എടുത്തു എന്നേ ഉള്ളൂ. ഈ സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ദൈവത്തിന് നാം അമൂല്യരാണ്. അമൂല്യത എന്ന് പറഞ്ഞാൽ ഇൻവാല്യുബിൾ, പ്രൈസ്ലെസ് എന്നൊക്കെയാണ്. നമ്മെ വില മതിക്കാത്തവനായി കണ്ട്, വിലയിടാൻ പറ്റാത്തവരായി കണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ, നമ്മുടെ പിതാവായ ദൈവം മക്കളെ, നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമാണ്. ഇടയൻ തന്റെ ഓരോ ആടിനെയും അറിയുന്നത് പോലെ ദൈവം തന്റെ ഓരോ മകനെയും മകളെയും അറിയുന്നു. ലോകത്തിലുള്ള 830 കോടിയിലധികം മനുഷ്യരില് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവസ്നേഹം. ഒരു സമൂഹത്തോട് ഇടപെടുമ്പോൾ പറയുന്നത് പോലെ നിങ്ങളുടെ പേര് എനിക്കറിയാം എന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നിന്റെ പേര് നിന്നെ ഞാൻ എന്നാണ്. യെശയ്യാ പ്രവചനം, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ജെറമ്യായിലൂടെ അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. 830 കോടി മക്കളുള്ളതില് എല്ലാവരെയും കുറിച്ച് വ്യക്തിപരമായ പദ്ധതികളുള്ള സർവശക്തനായ നമ്മുടെ ദൈവം. എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ എന്നെ അറിഞ്ഞത് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം എന്നെ കണ്ടു, അറിഞ്ഞിരുന്നു. ജെറമ്യാ പ്രവചനം, മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. എന്റെ ജനന സമയം ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്? എന്റെ ആത്മാവിനെ അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിച്ച സമയം ദൈവത്തിന് മാത്രമേ അറിയാവൂ, മറ്റാർക്കും അറിയില്ല.
നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായി എന്ന് നമ്മുടെ അമ്മ അറിയുന്നത് 1 മാസമൊക്കെ കഴിഞ്ഞായിരിക്കാം. എന്നാൽ സങ്കീർത്തകൻ പറയുന്നു, ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് ഞാൻ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അങ്ങ് എന്നെ അറിഞ്ഞു. എനിക്ക് രൂപം വയ്ക്കുന്നതിന് മുമ്പേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ഈ ദൈവം, നമ്മുടെ ദൈവം എലോഹിം, സർവശക്തനായവൻ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നു. ഏശയ്യ പ്രവചനം, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചല സ്നേഹം നിന്നെ പിരിയുകയില്ല. മനുഷ്യ സ്നേഹം അവസ്ഥകളും സാഹചര്യങ്ങളും അനുസരിച്ച് ഏറിയും കുറഞ്ഞും ഇരിക്കാം. ദരിദ്രനോടും സമ്പത്തുള്ളവനോടും വിദ്യാഭ്യാസമില്ലാത്തവനോടും പഠിപ്പുള്ളവനോടും പാപിയോടുമൊക്കെ ഉള്ള മനുഷ്യന്റെ സ്നേഹം ഏറിയും കുറഞ്ഞും ഇരിക്കാം, വ്യത്യസ്തമാകാം. എന്നാൽ ദൈവം എപ്പോഴും ഒരേപോലെ സ്നേഹിക്കുന്നു. അത് സ്ഥിരവും അചഞ്ചലവുമാണ്. ജെറമ്യാ പ്രവചനം, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തവും വിശ്വസ്തത അചഞ്ചലവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നാം കാണുന്നുണ്ട് പാപം ചെയ്ത് കൊലപാതകം നടത്തിയ കായന്. ഈ പ്രവൃത്തിയുടെ ഫലം പിതാവായ ദൈവം കായനോട് വെളിപ്പെടുത്തുമ്പോൾ കായൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല. ആരും കായനെ കൊല്ലാതിരിക്കാൻ ദൈവം അവന്റെ മേല് ഒരു അടയാളം പതിച്ചു. അതേ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സംരക്ഷിക്കുവാന് സംരക്ഷണ മുദ്ര പതിച്ച് വേർതിരിച്ച് വ്യത്യസ്തരായി കരുതി പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ഇന്നലെ ഇന്നും നാളെയും അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പൂർവ്വ യോസേപ്പിനെ സ്വന്തം സഹോദരർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും പിന്നീട് ഈജിപ്തുകാർക്ക് വിൽക്കുമ്പോഴും അറിയുന്ന ദൈവം യാക്കോബിന്റെ മക്കളോടുള്ള സ്നേഹത്തിന് മാറ്റം വരുത്തിയില്ല. ക്ഷാമം ഉണ്ടാകുന്നതിന് മുൻപേ ജോസഫിനെ ഈജിപ്തിലെ അധികാരമുള്ളവനാക്കി ക്ഷാമത്തെ മറികടന്നു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങള് ഈ സഹോദരിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ജോസഫ് തന്നെ ഉപദ്രവിച്ച സഹോദരങ്ങളോട് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാൻ വേണ്ടി എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. ദൈവസ്നേഹവും കരുതലും അനുഭവിച്ച അടിയന്റെ ജീവിതത്തിലെ എത്ര അനുഭവങ്ങൾ. 5 വർഷം മുമ്പ് ഒരു വൈകുന്നേരം ഞാൻ ബെഡിൽ കിടക്കുകയാണ്, വിശ്രമിക്കുകയാണ്. പകൽ യാത്രയും അധ്വാനവും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കിടന്ന ശേഷം ഒരു വശത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് എണീറ്റിരുന്നു. ഇടത് കാലിനും ഇടത് കൈക്കും സ്വാധീനമില്ല. കാലെടുത്ത് വെച്ച് നടക്കാൻ സാധിക്കുന്നില്ല. ഇടത് കൈ കൊണ്ട് ഒന്നും ചെയ്യുവാനും സാധിക്കുന്നില്ല. ഉടനെ അടുത്തുള്ള ആസ്പത്രിയിൽ പോയി, തുടർന്ന് ദൂരെയുള്ള വലിയൊരു ആസ്പത്രിയിലേക്കും പോയി. സ്ട്രോക്ക് എന്ന അസുഖം, പക്ഷാഘാതം വന്നാല് ആദ്യത്തെ 2-3 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോൾഡൻ ഹവേഴ്സ് എന്നൊക്കെ പറയും. ഈ സമയത്തിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കണം. എന്നാൽ ഇഞ്ചക്ഷന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇടതുവശത്ത് രൂപപ്പെട്ട അസുഖം, ആഘാതം തനിയെ കുറഞ്ഞു വന്നു. ബാലൻസിങ്ങിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമായി ഇപ്പോൾ നിലനിൽക്കുന്നു. ദൈവം ചെയ്ത കാരുണ്യ പ്രവൃത്തി ഓർക്കുവാനുള്ള അടയാളമായി മാത്രം. ഇത് സംഭവിച്ചത് കുറച്ചുകൂടി കഴിഞ്ഞ രാത്രിയിലായിരുന്നെങ്കിൽ അവസ്ഥ തീർത്തും മോശമായേനെ. ഈ അനുഭവം ശാരീരിക മേഖലയില് ദൈവം തന്ന ഒരു കരുതൽ മാത്രം. സമയക്കുറവും വിസ്താരമായ ഓർത്ത് വേറൊന്നും പങ്കുവയ്ക്കുന്നില്ല. ആത്മീയ മറ്റ് ഭൗതിക മേഖലകളില് അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നല്ല ദൈവം അനുനിമിഷം നടത്തുന്നു. ദൈവത്തിന്റെ ചേർത്തണയ്ക്കുന്ന സ്നേഹം ജെറമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത് കണ്ണുകളെ ഈറനണിയിക്കുന്നു. എഫ്രായിം എന്റെ വത്സല പുത്രനല്ലേ, എന്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ഈ സ്നേഹത്തിന്റെ ആർദ്രത ഒന്ന് മനസ്സിലാക്കി അതൊന്ന് മുഴുവനായി ആസ്വദിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹം തോന്നുന്നില്ലേ? നമ്മൾ ഈ സ്നേഹം അതുപോലെ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. ദൈവനഗരം എന്ന വിഖ്യാത പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെ: ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടികളുടെ മകുടമായി സൃഷ്ടിച്ചു. അതെ, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ ആസ്വദിക്കാനുമായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. ഈ ഒരാഴ്ചക്കാലം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ പാരമ്യത ഒന്ന് അനുഭവിച്ചറിയാന് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായി നമുക്ക് ദൈവസന്നദ്ധിയിലായിരിക്കാം. നമുക്ക് ധ്യാനിക്കാന് ദൈവവചനങ്ങളൊക്കെയും ലഭിക്കും. ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനന്ത സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാന് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അങ്കിൾ. സ്വന്തം ജീവിതാനുഭവ സാക്ഷ്യത്തിനായി ബെറ്റ്സി വർഗീസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. എന്റെ പേര് ബെറ്റ്സി വർഗീസ്. ഞാൻ പത്തനംതിട്ട രൂപതയിലെ ചന്ദനപ്പള്ളി മലങ്കര കാത്തലിക് ചർച്ചിലെ മെമ്പറാണ്. അതോടൊപ്പം മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ദേശീയ തലത്തിലെ സെക്രട്ടറിയും. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാമിലി, ഹസ്ബൻഡ് കുഞ്ഞുമോൻ ബിസിനസ് ചെയ്യുന്നു. 3 കുട്ടികൾ, 2 പേർ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഒരാൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരിൽ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നിൽ നിറഞ്ഞ ദൈവസ്നേഹം, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നെ പരിപാലിച്ചത് എന്നതിന് നിരവധി സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത്. അതിൽ ഏറ്റവും പുതിയത് ഞാനിവിടെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. വളരെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു മിഷൻ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ എനിക്കൊരു അവസരം ലഭിച്ചു. ഈ ലഭിച്ച സമയത്ത് പല പ്രതികൂലങ്ങളും എനിക്കുണ്ടായി. അതിനെയൊക്കെ മറികടന്ന് 2025 നവംബർ 25-ന് 25 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം മിഷൻ വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി പോയി. ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവരും ഒരേ ഫുഡ് തന്നെയാണ് കഴിച്ചത്. അതിൽ എനിക്ക് മാത്രം ഫുഡ് പോയ്സൺ ഉണ്ടായി. ബാക്കി എല്ലാവരും സുരക്ഷിതർ. ഫുഡ് പോയ്സണിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തു. എന്നാലും പരിപൂർണമായി ഭേദമായില്ല. 10 ദിവസത്തെ മിഷൻ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ തിരികെ നാട്ടിലെത്തുന്നു. ഞാൻ പതിവ് പോലെ എൻ്റെ ജോലിയിലേക്ക് ജോയിൻ ചെയ്തു. തുടർന്ന് ഞാൻ പല ഹോസ്പിറ്റലിലായിട്ട് ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നു. പനിയാണെന്ന് പല ഹോസ്പിറ്റൽ പറയുന്നു, ചില ഹോസ്പിറ്റൽ UTI ആണെന്ന് പറയുന്നു. അങ്ങനെ 5-ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ രോഗം എന്താണെന്ന് നിർണയിച്ചു. GBS ആണ്. GBS എന്ന് പറഞ്ഞാൽ ഗില്ലൻ ബാരെ സിൻഡ്രം. ഇത് ഇൻഫെക്ഷനിൽ കൂടി വളരെ റെയറായിട്ട് മാത്രം ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. മരണം വരെ സംഭവിക്കാം. എന്നാൽ എൻ്റെ അസുഖം കണ്ടുപിടിക്കുമ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവിടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തതിനാൽ നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുവാൻ പറഞ്ഞു. 1-2 ഹോസ്പിറ്റലൊക്കെ ചോദിച്ചപ്പോൾ 25 ലക്ഷം to 50 ലാഖാണ് പറയുന്നത്. അപ്പൊ അതിനൊന്നും ഞാൻ മുതിർന്നില്ല. എന്നാലും ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ തന്നെ തിരഞ്ഞെടുത്തു, തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്. അങ്ങനെയാണെങ്കിൽ വിതിൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ അവിടെ ചെല്ലണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 20-30 മിനിറ്റ് കൊണ്ട് ആംബുലൻസിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു തന്ന് ഞങ്ങളെ വിടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മെഡിക്കൽ ക്രിട്ടിക്കൽ ICUലാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ വരെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ നടന്നുപോയി. ഓൾ ബോഡി നംനസ് ആണ്. നടന്നെന്ന് പറഞ്ഞാൽ വെച്ചാണ് പോയത്, കുഴപ്പമില്ല. പക്ഷെ ICUയിൽ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നു, എന്ത് പറയണമെന്ന് അറിയത്തില്ല, 2% മാത്രം ലൈഫാണ് എനിക്ക് പറയുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഇളയ മകൻ മാത്രം. ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ്. അങ്ങനെ പെട്ടെന്നുള്ളതായതുകൊണ്ട്
എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേത്തൊരവസ്ഥയിൽ ഇനിയും ദൈവം എന്തെങ്കിലും മിറക്കിൾ നടത്തിയെങ്കിൽ മാത്രമേ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും അത് സ്വീകരിച്ച് മതിയാവുന്നുള്ളത്. ആ സമയങ്ങളിൽ മലങ്കര കത്തോലിക്ക സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എല്ലായിടവും അറിഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ വളരെ ഇതിന്റെ ആദ്യ ബാച്ച് കാലം തൊട്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ള വ്യക്തിയാണ്. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ ഒത്തിരി ഡെപ്പോസിറ്റ് ആയിട്ട് ഉണ്ടെന്നും എനിക്കറിയാം. ആ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള പ്രേയേഴ്സ് എല്ലാം ഈ സമയങ്ങളിൽ എനിക്ക് ഉപകാരപ്രദമായിട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. തന്മൂലമാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയുവാൻ ഇവിടെ ആയിരിക്കുന്നത്. ഈ കാലയളവിൽ എന്റെ ദൈവത്തിന്റെ അത്യഗാധമായ സ്നേഹം എന്നിൽ കുടികൊള്ളുന്നതിനാൽ എനിക്ക് ഈ രോഗത്തെക്കുറിച്ച് യാതൊരു ഭയമില്ല. 2% ഉള്ളെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് യാതൊരു ഭയമില്ല, എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് എന്തോ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. എന്റെ ഈ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഡോക്ടേഴ്സ് പോലും അതിശയിക്കുന്നു. എന്തൊരു കോൺഫിഡൻസ്! എന്താ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഇത്രയും ക്രിട്ടിക്കലാന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങൾ കാണുന്നില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോഴും അപ്പോഴും എനിക്ക് ഒരേപോലെ തന്നെ എന്നിലുള്ള ആ ദൈവസ്നേഹമാണ് എന്നെനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ അസുഖം, വളരെ റെയറായിട്ട് വരുന്ന ഈ അസുഖം എന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ് ബാധിച്ചത്. എന്റെ മസിൽസ് എല്ലാം വീക്കായി, നാഡീവ്യവസ്ഥ തകരാറിലായി, ഏതാണ്ട് എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥ. ഇങ്ങനെ കിടക്കുമ്പോഴാണ് 11 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്നും ശാരീരികമായി അകന്നുപോയ എന്റെ പപ്പ എന്റെ അടുത്ത് വരുന്നത്. പപ്പായെ ഞാൻ നേരിൽ കണ്ടു. പപ്പായെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും ആനന്ദവുമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഞാൻ എന്റെ ഉള്ളിൽ ഒരു അഭിവാഞ്ഛ ഉണ്ടായി, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്ത് എന്റെ പപ്പായോടൊപ്പം പോകണം എന്നുള്ളത്. അപ്പോഴാണ് പെട്ടെന്നൊരു വെപ്രാളം ഉണ്ടാകുന്നത്, എനിക്ക് കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ICUയിലെ ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടൊക്കെ ഞാൻ അന്വേഷിക്കുന്നു, എനിക്കൊരു വൈദികന്റെ സഹായം ലഭിക്കുമോ എന്നുള്ളത്. അവര് പറഞ്ഞു, ഒരു മനുഷ്യർക്ക് പോലും എൻട്രി ഇല്ലാത്ത സ്ഥലമാണ് മെഡിക്കൽ ക്രിട്ടിക്കൽ ICU, അതിനാൽ അത് സാധ്യമല്ല എന്നറിയിച്ചു. ഞാൻ എന്തോ ഒരു വിഷമം എന്നിൽ കൊണ്ടു, എനിക്കിതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. സത്യം പറയട്ടെ, എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്റെ പപ്പയോടൊപ്പം എന്റെ അടുത്ത് വന്നു നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്റെ മനസ്സിൽ കൂടി കടന്നുപോയതൊരു കാര്യമാണ്, ലയോ 14 മാർപ്പാപ്പ പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ കുമ്പസാരിക്കാൻ ഒരു വൈദികരുടെ ആവശ്യമില്ല എന്നുള്ളത് എത്രയോ സത്യമാണ്. അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്റെ അടുക്കൽ വരുന്നത്. ആ സമയത്ത് എനിക്ക് വേണ്ടുന്ന, ആ നിമിഷങ്ങൾ എന്താണോ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരികയും തുടർന്നുള്ള ഓരോ കാര്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു തന്നതിന് ശേഷമാണ് എന്റെ അടുത്ത് നിന്ന് മറഞ്ഞു. പിന്നീട് ഞാൻ ഇവരെ ആരും കണ്ടിട്ടില്ല. ഈ സമയം വരെയും ഞാൻ എന്റെ പപ്പായോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ ഉണ്ടെന്നുള്ളത് തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ഞാൻ അനുഭവിക്കുകയായിരുന്നു. സങ്കീർത്തനം 23:4, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്നത് ഡിസംബർ 24 മലങ്കരയുടെ ഒരു വിശുദ്ധ കുർബാന അവിടുത്തെ അക്രൈസ്തവ ഒരു നഴ്സ് എനിക്ക് വെച്ചു തരുന്നു. എനിക്ക് വെച്ചതല്ല, അവർക്ക് വേണ്ടി കേൾക്കാനാണ്. ഞാനത് കേൾക്കുന്നു, ആത്മീയമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള ഒരാശ്രമത്തിലെ വൈദികൻ, ആരും കയറ്റിവിടാത്ത ആ ICUയിൽ കടന്നു വരുന്നു. ഡിസംബർ 25 രാവിലെ 11 മണിയോടെ അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അതിനുശേഷം എന്റെ മുഖം ഓടുന്നു, ശരീരഭാഗങ്ങളെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആകുന്നു. അതായത് ഒരു കുഞ്ഞ് തന്റെ അമ്മയുടെ ഉദരത്തിൽ എപ്രകാരം കിടക്കുന്നോ അതുപോലെ തന്നെ ഞാന് കൈകളെല്ലാം ചുരുണ്ട്, കാല് ചുരുണ്ട്, ഞാൻ ഒരു ബോൾ ആകൃതിയിൽ ആ ബെഡിൽ കിടക്കുകയാണ്. എനിക്ക് വേണ്ടുന്നത് 61 യൂണിറ്റ് ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാസ്മ ബ്ലഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ പേര് ഫ്ലെക്സ് എന്നാണ്. അപ്പോൾ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് റെക്കോർഡിക്കലി എല്ലാം B പോസിറ്റീവ് ആണ്. എന്നാൽ ചെക്ക് ചെയ്തപ്പോൾ അത് O പോസിറ്റീവ്. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് പോലും മാറുന്നു. എന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ 6 ഫ്ലെക്സുകൾ കംപ്ലീറ്റ് ആവുന്നു. 7ാമത്തെ ഫ്ലെക്സ് എന്ന് പറയുന്നത് 2026 ജനുവരി 1 തീയതിയാണ്. 9:55 സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ 10:35 ആയപ്പോൾ എന്റെ ഫ്ലെക്സ് ഫെയിൽ ആകുന്നു.
ഞാൻ ഈ ഭൂമിയിൽ നിന്ന് 20 മിനിറ്റേക്ക് മാറി നിൽക്കുന്നു. എല്ലായിടത്തും അറിയുന്നു ഞാൻ മരിച്ചു എന്നുള്ള വിവരം. 1 സാമുവേൽ 2:30 പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ളത്. അത്ഭുതം എന്ന് പറയട്ടെ. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും കലവറ തുറക്കപ്പെടുകയായിരുന്നു. എന്റെ സംസാരശേഷി തിരിച്ചു കിട്ടുന്നു. എന്റെ ശരീരത്തിലൊക്കെ ആകെ ഒരു മാറ്റം. അപ്പോഴും ബെഡ് റിഡൻ തന്നെയാണ്. എന്നാലും ജനുവരി 6-ാം തീയതിയിൽ ഞാൻ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറുകയും തുടർന്ന് ഞാൻ ഫീമെയിൽ വാർഡിലേക്ക് മാറുകയും ചെയ്യുന്നു. പിന്നീട് ജനുവരി 15-ാം തീയതി ആയപ്പോഴും മെഡിക്കൽ പരമായ എന്റെ എല്ലാ ട്രീറ്റ്മെന്റുകളും ആ ഹോസ്പിറ്റലിൽ വെച്ച് തീരുകയാണ്. ഇനി എനിക്ക് വേണ്ടുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഒരു പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഒരു ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിക്ക് ലഭിക്കുന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്റെ അവസ്ഥയനുസരിച്ച് ആരും എനിക്ക് അഡ്മിഷൻ തരികയില്ല. നമ്മൾ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അപ്പോഴാണ് എന്റെ വികാരി അച്ഛൻ ഇടപെട്ടിട്ട് തിരുവല്ല ബിലീവേഴ്സിലേക്ക് എനിക്ക് അഡ്മിഷൻ, അവിടെയും എൻ്റെ അടുത്ത് ചോദിച്ചു, മെഡിക്കൽ റെക്കോർഡ് ചോദിച്ചപ്പോഴും അവര് വിസമ്മതമാണ് പറഞ്ഞതെങ്കിലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു അഡ്മിഷൻ തരികയാണ്. അങ്ങനെ ഞാൻ ജനുവരി 16-ാം തീയതിയിൽ ഞാൻ ബിലീവേഴ്സിൽ അഡ്മിറ്റ് ആയെങ്കിലും ജനുവരി 18 മുതലാണ് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മാസത്തെ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. 2 ദിവസം ബെഡിലാണ് എനിക്ക് ഫിസിയോതെറാപ്പി കിട്ടിയത്. അതിനുശേഷം വീൽ ചെയറിലാണ്. പിന്നീട് 6-ാമത്തെ ദിവസം എന്റെ മകന്റെ കൈ പിടിച്ച് ഞാൻ 6 ചുവട്ടടി മുമ്പോട്ടും പിറകോട്ടും നടന്നു. അതിനുശേഷം എനിക്ക് വോക്കറിൽ പ്രാക്ടീസ് തരികയാണ്. വോക്കറിൽ പ്രാക്ടീസ് കിട്ടിയതിനു ശേഷം 9-ാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചോദിച്ച് വീട്ടിലേക്ക് വരുന്നു. ഫെബ്രുവരി വരുന്നതിന് കാരണം ഫെബ്രുവരി 1st വീക്ക് എനിക്ക് തിരുവനന്തപുരത്ത് ഫോളോ അപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ആ ഫോളോ അപ്പിന് പോകേണ്ടതുകൊണ്ടാണ്. അങ്ങനെ ഫോളോ അപ്പിന് പോകുന്നു. യാക്കോബ് 5:15 പറയുന്നത്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുന്ന് അവന് മാപ്പ് നൽകും. പ്രിയപ്പെട്ടവരെ, ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, വോക്കർ മാറ്റി നടത്തുക. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ആ ഒരു വാക്ക് ഉള്ളിലുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞത് അനുസരിച്ചു ഞാൻ വോക്കർ മാറ്റിയിട്ട് നടന്നു. പിന്നീട് എനിക്ക് വോക്കർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വോക്കർ ഉപയോഗിച്ചത് ആകെ കുഞ്ഞ് 2, 3, 4 ദിവസം മാത്രമാണ് ഞാൻ വോക്കർ ഉപയോഗിച്ചത്. 2026 ഫെബ്രുവരി 22-ന് ഞാൻ തനിയെ നടന്ന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. മാർച്ച് 15 ആയപ്പോൾ ഔദ്യോഗികമായി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. ഏപ്രിൽ ആയപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു. മെയ്യിലായപ്പോൾ ചന്ദനപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞ വലിയൊരു പെരുന്നാളാണ്, വലിയൊരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. ആ ശുശ്രൂഷകളെല്ലാം ഞാൻ പങ്കെടുത്തു. ജൂണിലായപ്പോൾ ഞാൻ സ്കൂളിലും പോകുവാൻ തുടങ്ങി. എന്റെ ലാസ്റ്റ് ഫോളോ അപ്പുകൾ, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നടന്ന ഫോളോ അപ്പില് ഞാൻ സ്കൂളിൽ പോയി എന്നൊക്കെ പറയും. പെർമിഷൻ വാങ്ങിച്ച്, ഡോക്ടറിന്റെ പെർമിഷൻ വാങ്ങിച്ച് തന്നെയാണ് സ്കൂളിൽ പോയത്. ഇപ്പോഴും എന്നെ നോക്കിയ മെയിൻ സർജനെയാണ് കണ്ടത്. ഡോക്ടർ എൻ്റെ അടുത്ത് അതിനുശേഷം ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. കാരണം ഒരു ഡിഫക്റ്റ് പോലും ഇല്ലാതെ ഈ ഒരു രോഗം വന്നിട്ട് ഇത്ര സ്പീഡ് റിക്കവറി ആയ ഒരു പേഷ്യന്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. സങ്കീർത്തനം 32:10 പറയുന്നതല്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും. ആ പ്രതിസന്ധികളൊക്കെ നമ്മെ താങ്ങുന്ന ഒരു ശക്തി, ആ ഒരു സ്നേഹം ഒരു സുഖമാണ്. എന്താണെന്ന് നമുക്ക് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന്റെ അപാരമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏശയ്യ 40:31 പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാലും തളരുകയില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ പനിയെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നടക്കുന്നത്. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ആദ്യം ട്രീറ്റ്മെന്റിന് പോയ, ഡൽഹി യാത്ര കഴിഞ്ഞ ആദ്യം ട്രീറ്റ്മെന്റ് പോയ ഹോസ്പിറ്റൽ തന്നെയാണ് പോയത്. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഡിസ്ചാർജ് സമ്മറി ഇപ്പോൾ ഫോളോ അപ്പ് നടക്കുന്ന ബുക്കുമായിട്ടാണ് പോകുന്നത്. ഡോക്ടർ കണ്ടിട്ട് എൻ്റെ അടുത്ത്, ഞാൻ മാസ്ക് വെച്ച് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാസ്ക് ഒന്ന് മാറ്റി കാണിക്കോ, മുഖം ഒന്ന് കാണട്ടെ. മുഖം കണ്ടു. എന്നെ എഴുന്നേൽപ്പിച്ചു, നടത്തി നോക്കി. ഡോക്ടർ പറഞ്ഞു, എനിക്കിത് വായിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പേഷ്യന്റ് തന്നെയാണോ എൻ്റെ അടുത്ത് ഇരിക്കുന്നത്
എന്ന് പറഞ്ഞ്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു മിറക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, GBS എന്നുള്ള ഒരു അസുഖം ബാധിച്ചാൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഡെഫക്റ്റ് ആയിട്ട്, അതായത് ഒന്നിൽ പക്ഷാഘാതം വരികയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് എൻ്റെ അറിവിലുള്ളത്. പക്ഷെ ഈ ഒരു പീരീഡിനുള്ളിൽ നീ ഇത്ര ഇതായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നെങ്കിൽ നിനക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു മിറക്കിൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ദൈവത്തിന്റെ സ്നേഹം എല്ലായിടത്തും അനുഭവിച്ചറിയാനുള്ള ഒരു കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവമേ, നന്ദി, സ്തുതി, സ്തോത്രം. താങ്ക് യു ആന്റി. ദൈവസ്നേഹത്തിന്റെ ഗാനത്തിനായി മറിയാമ്മ ആന്റണിയെ ക്ഷണിക്കുന്നു. ഒരു നാളും പിരിയാതെ ഉൽകി തഴുകുന്ന പരമപിതാവിന്റെ അനന്ത സ്നേഹം, പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ സ്നേഹബലം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവ സ്നേഹം. മരുഭൂവിൽ ചൂടേറ്റുവാടിയിടും നേരത്ത് തണലേകം മേഘമായി മാറും സ്നേഹം, മാടി വിളിച്ചെന്നെ മാറോട് ചേർത്തെന്നും കുളിർധാരയേകുന്ന ദൈവസ്നേഹം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ സ്നേഹബലം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവസ്നേഹം. മാറായിലെ ജലം മധുരമായി തീർത്തനി, മന്നയും കാടയും ഒഴിച്ചു നൽകി, മറുതലിക്കുമ്പോഴും പിറുപിറുക്കുമ്പോഴും തഴുകി തലോടുന്ന ദിവ്യ സ്നേഹം. ഒരു നാളും പിരിയാതെ ഉൽകി തഴുകുന്ന പരമപിതാവിന്റെ അനന്ത സ്നേഹം, പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത അചഞ്ചല സ്നേഹധാര. താങ്ക് യു ആന്റി. അടുത്തതായി ദൈവസ്നേഹത്തെക്കുറിച്ച് സ്ലൈഡ് പ്രസന്റേഷനായി തോമസ് വായ്മലി അങ്കിളെ ക്ഷണിക്കുന്നു. താങ്ക് യു ബെനീറ്റ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെ വിലാപങ്ങളുടെ പുസ്തകത്തില് നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ ബെറ്റ്സിയിലൂടെ കേട്ടത്. തൻ്റെ ജീവിതത്തില് ആ ദൈവസ്നേഹം അനുഭവിച്ച് അറിഞ്ഞ ആ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ സംഭവത്തെ വളരെ നന്നായിട്ട് ബെറ്റ്സിയുടെ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തെക്കുറിച്ച് ജോണേറ്റിലൂടെ നല്ലൊരു പ്രഘോഷണവും നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ലോകം നൽകുന്ന സ്നേഹം കടന്നുപോകും, എന്നാൽ മാറാതെ മായാതെ നിൽക്കുന്ന സ്നേഹം അത് ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്,
ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവം തരുന്ന സ്നേഹം ഞാനും നിങ്ങളും അനുഭവിക്കണം, അത് പങ്കുവെക്കണം, അങ്ങനെ ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തന്റെ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോ ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവഭവനത്തിലെ അംഗങ്ങളായി അല്ലെങ്കിൽ ദൈവ കുടുംബമായിട്ട് ഞാനും നിങ്ങളും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവസ്നേഹം അതിന്റെ ആഴത്തില് അനുഭവിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അത് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് ദൈവസ്നേഹം നമ്മൾ പങ്കുവെക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ, ദരിദ്രരെ സഹായിക്കുന്നതിലൂടെ, രോഗികളെ സന്ദർശിക്കുന്നതിലൂടെ, എന്തിനു പറയുന്നു, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതിലൂടെയൊക്കെയാണ് ദൈവസ്നേഹം നമ്മൾ പങ്കുവെക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾക്കെല്ലാം അറിയാം, ദൈവം മനുഷ്യരെ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല, മറിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കുന്നു. അപ്പോ ആ കുടുംബത്തില് നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ച് പങ്കുവെച്ച് ജീവിക്കണമെന്നുള്ള ആ ദൈവത്തിന്റെ ആഗ്രഹത്തെ നമ്മളിവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം എന്ന് പറയുമ്പോൾ, ദൈവം എന്നെ അറിയുന്നു. ദൈവം നമ്മെ അറിയുക എന്ന് പറഞ്ഞാല് നമ്മുടെ പേര് മാത്രമല്ല അറിയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആലിസ് ആന്റിയെ കുറിച്ച് തന്നെ ഒന്ന് പറയുകയാണ്. നമ്മുടെ ടീം ലീഡർ ആലിസ് ആന്റിയെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആലിസ് ആന്റിയുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. ആലിസ് ആന്റിയുടെ ചിന്തകളെ കുറിച്ച്, എല്ലാവരും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അതിയായി കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് ആലിസ് ആന്റിയെ കുറിച്ച് അറിയാം. അതുപോലെ ആലിസ് ആന്റിയുടെ സന്തോഷത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. ആലിസ് ആന്റിയുടെ ബലഹീനതകളെ കുറിച്ചോ അല്ലെങ്കിൽ ആലിസ് ആന്റിയുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ദൈവം നമ്മളെ വ്യക്തിപരമായി ഓരോരുത്തരെയും അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുന്ന് നമ്മുടെ ജീവിതത്തെ അറിയുന്നു, നമ്മുടെ ചിന്തകളെ അറിയുന്നു, നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഭാവിയെയും എല്ലാം അവിടുന്ന് വ്യക്തമായിട്ട് അറിയുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തില് 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എന്റെ ചിന്തകളും എന്റെ മാർഗങ്ങളും എല്ലാം അവിടുന്ന് മനസ്സിലാക്കുന്നു. പറയാണ് അവസാനം, ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുമ്പേ അവിടുന്ന് അത് അറിയുന്നു. നോക്കുക, എത്ര വ്യക്തമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ദൈവം അറിയുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇത്ര വരെ വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പന്റെ സ്നേഹം അത്തരത്തിലുള്ളതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. തുടർന്ന് പറയുന്നു, നമ്മളെ ദൈവം മനസ്സിലാക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ പരാതി പറയുന്നുണ്ട്, അല്ലെ? ഭാര്യ ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ഭർത്താവും തിരിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. മക്കൾ മാതാപിതാക്കളോട് പറയുന്നു, മാതാപിതാക്കൾ മക്കളോട് പറയുന്നു, കൂട്ടുകാർ പറയുന്നു, സുഹൃത്തുക്കള് ബന്ധുക്കള് ഒക്കെ പറയുന്നു, പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്ന്. എന്നാൽ ഈ വ്യക്തികൾ തന്നെ ചില സന്ദർഭങ്ങളിൽ പറയും, ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടോ, നീ ഇത്തരത്തിലുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയാറുണ്ട്, ഇല്ലേ? അപ്പോ നമ്മുടെയൊക്കെ മനസ്സിലാക്കല് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? എന്നാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ
അവൻ നമ്മുടെ സന്തോഷങ്ങളെ അറിയുന്നു, നമ്മുടെ കണ്ണീര് കാണുന്നു, നമ്മുടെ ഭയം മനസ്സിലാക്കുന്നു, നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് അറിയുന്നു, നമ്മളെ നിരന്തരം അവിടുന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാപത്തിലാണെങ്കിൽ പോലും അവിടുന്ന് നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥകളും ഇല്ലാതെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട് അല്ലെ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ചുരുക്കി പറഞ്ഞാല് എൻ്റെ ഇന്നലകളെയും എൻ്റെ ഇന്നുകളെയും എൻ്റെ നാളെയും ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെയും ഹവായുടെയും കാര്യം നമ്മൾ ജോണേട്ടിലൂടെ കേട്ടു. ആദവും ഹവായും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് നന്മ തിന്മയുടെ ഫലം ഭക്ഷിച്ച ആദിമാതാപിതാക്കള് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ അവർ വീണ്ടും നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ കൈനീട്ടി ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ വേണ്ടി ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതും ദൈവസ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ചില വഴികൾ അടയുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുവദിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അത് ശിക്ഷയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ പിന്നീട് മനസ്സിലാകും അത് വലിയ തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന്. ഇതാണ് ദൈവത്തിന്റെ ആഴമായ സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തില് ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, പൂർവ്വ ജോസഫ്. ദൈവസ്നേഹം ആവോളം അനുഭവിച്ച് അത് പങ്കുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു പൂർവ്വ ജോസഫ്. ജോസഫിന്റെ കാര്യങ്ങള് നമ്മൾ പ്രഘോഷണത്തിൽ കേട്ടതാണ്. തന്റെ സഹോദരർ അവനെ ഉപേക്ഷിച്ചപ്പോൾ തിരിച്ച് ജോസഫ് ഈജിപ്തിന്റെ അധിപതിയായപ്പോൾ തന്റെ സഹോദരർ സഹായത്തിന് വേണ്ടി അവന്റെ മുന്നിൽ വന്നപ്പോൾ തന്നെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു തിരുവചനമാണത്. ഒരു കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, ജോസഫ് അത്രയേറെ ദൈവസ്നേഹം നിറഞ്ഞവനായിരുന്നു. പോത്തിഫറിന്റെ ഭാര്യ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ പോലും എന്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ നികൃഷ്ടമായ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഓടി കാരാഗൃഹത്തെ പുലുകിയ ജോസഫ് ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവനായിരുന്നു. ആ ദൈവസ്നേഹം തന്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചു കൊടുക്കുന്ന മനോഹരമായ തിരുവചനമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മോശയെ നോക്കാം. മോശയോട് ദൈവജനത്തെ നയിക്കുവാനായിട്ട്, ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് പറഞ്ഞപ്പോ മോശ ദൈവത്തോട് വാഗ്വാദം നടത്തുന്നുണ്ട്. നീ എന്നോട് ഈ ജനത്തെ നയിക്കുക എന്ന് പറഞ്ഞു. ആരാണ് എന്റെ കൂടെ അയക്കുന്നത്? എനിക്ക് ഈ ജനത്തെ മുഴുവൻ നയിക്കുവാനുള്ള ശക്തിയില്ല എന്ന് മോശയ്ക്ക് അറിയാം. അപ്പോ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇത് കേട്ടപ്പോ മോശ ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷത്തോടു കൂടെ മോശ പറയുകയാണ്, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞാനും ഈ ഇസ്രായേൽ ജനവും ലോകത്തിലെ മറ്റേത് ജനതയെക്കാളും വലിയ ജനതയായിരിക്കും, അല്ലെങ്കിൽ മഹത്വമുള്ള വ്യത്യസ്തരായിട്ടുള്ള ഒരു ജനതയായിരിക്കും. തുടർന്ന് മോശയോട് കർത്താവ് പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തില് പ്രതിസന്ധികളും ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നമുക്ക് ആശ്വാസം നൽകുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് നാം തിരിച്ചറിയുക. തുടർന്ന് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന്, ഒരു കൂടെപ്പിറപ്പിനെ പോലെ കൂടെ നടന്ന് സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. മരുഭൂമിയിലൂടെ യാത്ര ദുഷ്കരമായപ്പോൾ മേഘസ്തംഭത്തിലും രാത്രിയിൽ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് അഗ്നിസ്തംഭത്തിലും അവർക്ക് കുടിക്കുവാൻ ജലമില്ലാതെ വന്നപ്പോൾ പാറയിൽ നിന്ന് ജലവും അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും വർഷിച്ചു കൊടുത്ത ഒരു സ്വർഗീയ അപ്പനെ നമ്മൾ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, മേഘസ്തംഭവും അഗ്നിസ്തംഭവും
ത്തിലും ദൈവം അവർക്ക് മുന്നേ പോയി എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. നമ്മുടെ കൂടെ നടക്കുകയാണ്. ഇവിടെ വചനം പറയുന്നു, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം പുരുഷന്മാർ മാത്രം, സ്ത്രീകളും കുട്ടികളും ഇല്ലാതെ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, അത് കൂടാതെ ഇതര സമൂഹത്തിൽപ്പെട്ട മറ്റൊരു ജനവിഭാഗവും. അപ്പോ ഇത്തരം വലിയൊരു ജനസമൂഹത്തെ 40 വർഷത്തേക്ക് മന്ന കൊടുത്ത് സംതൃപ്തനാക്കിയ ഒരു ദൈവപിതാവിനെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുകയാണ്. കൂടെ ഇങ്ങനെ മറുതലിക്കുന്ന, നമുക്കറിയാം ആ യാത്രയിലൊക്കെ ദൈവത്തോട് പല വിധത്തില് മറുതലിക്കുന്നുണ്ട് ഈ ജനങ്ങള്. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരുടെ പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ അവിടെ കാണുകയാണ്. ഇനി ജോഷുവയെ കാണുന്നു. ജോഷുവ മോശയുടെ പിൻഗാമിയായിട്ട് വരികയാണ്. ജോഷുവായ്ക്കുണ്ടായിരുന്ന ദൗത്യങ്ങൾ എന്തായിരുന്നു? കാനാൻ ദേശം ഹിത്യര്, ജബൂസര്, അമോര്യരുടെ കരങ്ങളിൽ, മല്ലന്മാരായ അവരുടെ കരങ്ങളിലായിരുന്നു. അപ്പൊ അവരെ തോൽപ്പിച്ച് കാനാൻ ദേശം കൈയടക്കുക. തുടർന്ന് ആ കൈയടക്കിയ കാനാൻ ദേശം ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക. ഈ 2 ശ്രമകരമായ ജോലിയാണ് ജോഷുവയെ ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ജോഷുവയുടെ മുന്നിലും അതൊരു വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യത്തില് ജോഷുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു അഷുറൻസ് ആണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നിരവധി പ്രതിസന്ധികൾ അനുനിമിഷം കടന്നു വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അപ്പൻ, ഒരു സ്വർഗീയ അപ്പൻ നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ജോണേട്ടൻ തന്റെ പ്രഘോഷണത്തിൽ പറഞ്ഞു, ഒരു അമ്മയുടെ ഉദരത്തില് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് അമ്മ അറിയുന്നത് ചിലപ്പോ 1 or 2 മാസം ആകുമ്പോഴായിരിക്കും. എന്നാൽ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം വിലമതിച്ചവനാണ്, അല്ലെങ്കിൽ എത്രത്തോളം വിലപ്പെട്ടവനാണ് ദൈവത്തിന് എന്ന് മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. വളരെ വ്യക്തമായിട്ട്, വളരെ വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു. യെശയ്യായുടെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ കാലത്ത് വിലപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കയ്യിൽ അടയാളങ്ങൾ ഇടുന്ന പതിവുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് യെശയ്യാ പറയുന്നത്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിലൂടെ എന്താണ് ദൈവം വ്യക്തമാക്കുന്നത്? ദൈവത്തിന്റെ മറക്കാത്ത സ്നേഹം, നിരന്തരമായ കരുതല്, വ്യക്തിപരമായ ഒരു ബന്ധം ഈ തിരുവചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും വളരെ വിലപ്പെട്ടതായി സ്നേഹിക്കുന്ന ദൈവം. ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ളതും ഒത്തിരിയേറെ വായിച്ചിട്ടുള്ളതുമായ ഒരു തിരുവചന ഭാഗമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുവചനം പലപ്പോഴും നമ്മളൊക്കെ സമ്പത്തും ജോലി, വിജയം എന്നിവ ഉറപ്പു നൽകുന്ന വാഗ്ദാനം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ ഇത് വായിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ വചനത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇസ്രായേൽ ജനങ്ങള് ബാബിലോൺ പ്രവാസികളായി കഴിയുകയായിരുന്നു. അവർക്ക് സ്വന്തം നാട് നഷ്ടപ്പെട്ടു. ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് കരുതി അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയില്ലാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ജെറമ്യായിലൂടെ ദൈവം ഈ സന്ദേശം നൽകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഘട്ടത്തിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തില് അനേകം
ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് എൻ്റെ ജീവിതം അവസാനിച്ചു, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു വിചാരമില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് പറയുന്നു, ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ സൃഷ്ടിച്ചത്? അല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം നമ്മുടെ നന്മയാണ്, നമ്മുടെ വിശുദ്ധിയാണ്, നമ്മുടെ രക്ഷയാണ്, നമ്മുടെ നിത്യ ജീവനിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോ അതിനുവേണ്ടി ദൈവം നമ്മളെ ചിലപ്പോൾ ജീവിതത്തിൽ കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ പദ്ധതി ഭാഗമാണ് എന്ന് നമുക്ക് പലപ്പോഴും അത് ചിന്തിച്ചെടുക്കുവാനോ മനസ്സിലാക്കാനോ സാധിക്കാറില്ല. അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല. അവർ കഷ്ടതയിലാണെങ്കിലും തന്റെ സമയത്ത് അവരെ നന്മയിലേക്കും രക്ഷയിലേക്കും നയിക്കും എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനർത്ഥം ഇത് വായിക്കുമ്പോൾ നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉടനെ നടക്കും എന്നല്ല. എന്നാൽ ദൈവം നമ്മെ അവസാനം രക്ഷയിലേക്കും നന്മയിലേക്കും നയിക്കും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആത്യന്തികമായിട്ട് എന്റെയും നിങ്ങളുടെയും നിത്യജീവനാണ് ദൈവം ആഗ്രഹിക്കുക. വീണ്ടും ജെറമ്യായിലൂടെ പറയുന്നുണ്ട്, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അനന്തമായ ആ ഒരു സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ ആ അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വസ്തത എന്നോടും നിങ്ങളോടും കാണിക്കുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് ജെറമ്യ വീണ്ടും പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അമ്മയെപ്പോലെ നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, മുലകുടിക്കുന്ന അമ്മയും കുഞ്ഞുമാണ് ഏറ്റവും അടുത്ത സ്നേഹബന്ധം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമുക്കറിയാം, ഇന്ന് ധാരാളം അമ്മമാര് കുഞ്ഞുങ്ങളെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ഉപേക്ഷിച്ച് കളയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ ദൈവം അവിടെ പറയാണ്, ആ അമ്മ മറന്നാലും മകനെ, മകളെ, ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. ഇതൊരു സ്നേഹം നിറഞ്ഞ ഒരു പിതാവിനെ ഹോസിയ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ എത്ര സ്നേഹത്തോടുകൂടെയാണ് നമ്മുടെ കൈകളിൽ എടുത്ത് ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും. വീണ്ടും യെശയ്യായുടെ പുസ്തകത്തിലെ വീണ്ടും 40-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തളയാടുകളെ സാവധാനം നയിക്കുന്നു. നമുക്കറിയാം, ആട്ടിൻ കുഞ്ഞുങ്ങള് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് വീക്കായിരിക്കും, അല്ലെ? തള്ളാടുകളെ പോലെ ശക്തന്മാരല്ല. അപ്പോ അവരെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അപ്പോ നമ്മളൊക്കെ ശക്തന്മാരായിരിക്കുമ്പോൾ നമ്മളെ കൈക്ക് പിടിച്ച് നയിക്കുകയും നമ്മൾ ബലഹീനനാകുമ്പോൾ നമ്മുടെ കൈകളിലെടുത്ത് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു പൈതൃക സ്നേഹത്തെ നമ്മൾ ഇവിടെ കാണുകയാണ്. അതുപോലെ തന്നെ ആട്ടിൻകുട്ടികൾ എന്ന് പറയും, ആട്ടിൻകുട്ടിയും ഇടയനും തമ്മിലുള്ള ഒരു വലിയൊരു സ്നേഹബന്ധത്തെക്കുറിച്ചും യെശയ്യായോടെ പറയാണ്. ഇടയൻ എന്താണ്? ഇടയൻ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നവനാണ്, അല്ലെ? അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നവനാണ്, വഴി നടത്തുന്നവനാണ്. അപ്പോ ആ ഒരു ഇടയ ബന്ധം, ആടുകളും ഇടയനും തമ്മിലുള്ള ആ ബന്ധം ഇവിടെ വരച്ചു കാട്ടുകയാണ്. അതുപോലെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഹോസിയ പ്രവാചകനിലൂടെ ഒരു സ്നേഹമുള്ള പിതാവിനെ വീണ്ടും വരച്ചു കാണിക്കുകയാണ്. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, അല്ലേ? അവര് നടക്കുവാനായിട്ട് പതിയെ തുടങ്ങുമ്പോൾ ആദ്യം 2 കൈയിൽ പിടിച്ച് നടക്കും, പിന്നെ കുറച്ച് ഒരു കൈയിൽ പിടിച്ച് നടക്കും, പിന്നെ അവര് കൈവിട്ട് നടക്കാൻ പാകമാകുമ്പോൾ അവരെ നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മളിങ്ങനെ കൈ നീട്ടി പിടിക്കും. അപ്പോൾ അവര് സ്നേഹത്തോടുകൂടെ നമ്മുടെ അടുത്തേക്ക് ഓടി നടന്നു വരുന്നത് കാണാറുണ്ട്. ഇതുപോലെ ഒരു അപ്പൻ
മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഇവിടെ പറയുകയാണ് എഫ്രായിം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും, നമ്മളെയൊക്കെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ആ അപ്പന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് നമ്മൾ ഈ ഹോസിയ പ്രവാചകനിലൂടെ നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ ആശയക്കുഴപ്പത്തിൽ ഉപേക്ഷിക്കുന്നവനല്ല, ശരിയായ വഴി കാണിച്ചു തരുന്നവനാണ്. എന്താണ് ശരിയായ വഴി? ദൈവഹിതത്തിന്റെ വഴി, സത്യത്തിന്റെ വഴി, വിശുദ്ധിയുടെ വഴി, രക്ഷയിലേക്കുള്ള വഴി. അത് നമുക്ക് എങ്ങനെയാ അവിടെ നിന്ന് കാണിച്ചു തരുന്നത്? വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, സഭയുടെ പഠനങ്ങളിലൂടെ ഒക്കെ. അപ്പോ നമ്മള് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സഞ്ചരിക്കണം, ഏത് വഴിയിലൂടെ പോകണമെന്ന് കൃത്യമായി നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെ നമ്മൾ ഈ തിരുവചനത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും കേൾക്കുമ്പോൾ ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കും. നന്മ ചെയ്യുന്നവരെയാണോ, പാപികളെയാണോ, അതുമല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ, അല്ലെങ്കിൽ ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ഈ ചോദ്യങ്ങളൊന്ന് ചോദിക്കുക. ഈ നിമിഷം ദൈവം ആരെയായിരിക്കും ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നമ്മൾ ഇവിടെ അതിനുള്ള ഉത്തരം കാണുകയാണ്. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. നോക്കുക, ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ എന്ന് പറയുമ്പോൾ ഞാൻ പാപിയാണോ, പാപം ചെയ്യാത്തവനാണോ, പാപം ഏറ്റുപറഞ്ഞവനാണോ എന്നൊന്നും നോക്കാതെ അവിടുന്ന് നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണോ, ഞാൻ രോഗിയാണോ, ഞാൻ സമ്പന്നനാണോ, ഞാൻ പാവപ്പെട്ടവനാണോ, ഞാൻ അറിവ് കുറഞ്ഞവനാണോ, ഞാൻ അറിവുള്ളവനാണോ, ഞാൻ സമൂഹത്തിൽ ഉന്നതനാണോ, താഴെ നിൽക്കുന്നവനാണോ, ഇതൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിന് വ്യവസ്ഥകളല്ല. അവിടെ നീ ഈ വ്യവസ്ഥകളൊന്നുമില്ലാതെയാണ് നമ്മളെ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നത്. സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു എന്നാ. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് പ്രിയപ്പെട്ട, ഇത് ദൈവത്തിന്റെ ഒരു വേദനയാണ്. ഈ ഞാൻ നൽകുന്ന സ്നേഹം, മകനെ മകളെ നീ ഒന്ന് അനുഭവിച്ചറിയ, എന്നിട്ട് അത് മറ്റുള്ളവരുമായിട്ട് ഒന്ന് പങ്കുവെച്ച് ജീവിക്ക് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു ദൈവസ്നേഹ അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആ ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സ്നേഹം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ദൈവസ്നേഹം പൂർവ്വ ജോസഫിൽ കണ്ടതുപോലെ ആ ദൈവസ്നേഹം പൂർണ്ണമായ തോതില് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് അത് നമ്മൾ പങ്കുവെച്ച് ജീവിക്കുക. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ ഒരു കാര്യം പൂർണ്ണമാകുന്നത്. ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരർ, ഭൂമി പൊതുഭവനം. അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അറിവ് കുറഞ്ഞവനെന്നോ അറിവുള്ളവനെന്നോ ജോലിയുള്ളവനോ ജോലി ഇല്ലാത്തവനോ എന്തുമാകട്ടെ, അവിടെ എല്ലാവരും സഹോദരരാണ്, ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള വലിയൊരു ആശയത്തിലേക്ക് വരിക ഈ ഒരു ദൈവസ്നേഹ അനുഭവം നമ്മളിൽ പൂർണ്ണമാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹാനുഭവം നമ്മൾക്ക് ആഗ്രഹിക്കാം. ഈ ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമായിട്ട് ആസ്വദിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ ഏതവസ്ഥയിലാണോ എന്നൊന്നും ദൈവം നോക്കുന്നില്ല. ഒരു പൈപ്പിലൂടെ ജലം ഒഴുകുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹിക്കാം ദൈവം തരുന്ന ആ സ്നേഹം അതിന്റെ പൂർണ്ണമായ തോതില് ഒന്ന് അനുഭവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു അങ്കിൾ. പാട്രൻസ് മെസ്സേജിനായി മെത്രാൻ റെവറൻഡ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെ ക്ഷണിക്കുന്നു.
മ്യൂട്ടാ മ്യൂട്ടാ. ഓക്കെ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പിതാവേ. കേൾക്കാം കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാമോ? പിതാവേ കേൾക്കാം കേൾക്കാം. കേൾക്കാം, തുടർന്നോളൂ. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും മതബോധന അധ്യാപകരാണല്ലോ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക, ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അവസാന സന്ദേശം പറയാനായിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ കരിസ്മ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ ഈ സന്ധ്യാസമയത്ത് വിവിധ സ്റ്റേറ്റുകളിലും വിവിധ രാജ്യങ്ങളിലും നോക്കി ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേകമായ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മതബോധന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് ഇന്ന് നേരിടുന്നത്. സാധാരണ അധ്യാപകർ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഡബിളും ത്രിബിളുമായ രീതിയിലാണ് നിങ്ങൾ മതബോധന അധ്യാപകർ വെല്ലുവിളികൾ നേരിടുന്നത്. കാരണം ശാസ്ത്രം അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പോലും ചോദ്യം ചോദിക്കുന്ന, കാരണം അവർക്കെല്ലാം അവരുടെ ഫിംഗറിൽ തന്നെ ഇരിക്കുന്ന അറിവുകളാണ്. അപ്പോൾ സഭയെക്കുറിച്ച് പോലുമുള്ള അറിവുകളെല്ലാം, അല്ലെങ്കിൽ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളെല്ലാം യൂണിവേഴ്സിറ്റികളായിട്ട് മാറിയിരിക്കുമ്പോൾ ഏത് കാര്യവും ഏത് നിമിഷം ചോദിച്ചാലും എഐയിലൂടെയും ചാറ്റ് ജിപിയിലൂടെയും ഒക്കെ അവർക്ക് കിട്ടും. അപ്പോൾ വലിയൊരു ചലഞ്ചാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡബിൾ ചലഞ്ച് വരുമ്പോൾ ഡബിൾ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് പറയാൻ തോന്നുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഡബിൾ കമ്മിറ്റ്മെന്റ്? അതിന് വേണ്ടത് നമ്മൾ CCC 3C ആണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമുക്കറിയാം, അത് 3C ആണ്. പക്ഷേ നമ്മൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഏറെ 3Cയെ കുറിച്ച് എപ്പോഴും മനസ്സിൽ ധ്യാനിക്കണം. ഒന്ന് ക്രൈസ്റ്റിലെ C. ഇപ്പോൾ ക്രിസ്തുവിൽ ഞാൻ നിറയണം. രണ്ടാമതായിട്ട് C ക്രോസ് ആണ്, കുരിശ്. മൂന്നാമതായിട്ട് ചർച്ച്. അപ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചും കുരിശിനെ കുറിച്ചും സഭയെക്കുറിച്ചും ഞാനെന്ന അധ്യാപകന് അല്ലെങ്കിൽ ഞാനെന്ന അധ്യാപികയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ബോധ്യം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മതബോധന രംഗത്തെ ഏത് അവസ്ഥയിലായ ഏത് അവസരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള ഒരു അവബോധം നമ്മളെ നിരന്തരമായിട്ട് വളർത്തിയെടുക്കണം. രണ്ടാമതായിട്ട് പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് ഞാൻ കുരിശിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷന്മാരെ ഇദ്ദേഹം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിച്ചു. ശേഷം അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട് കുരിശിനെ കുറിച്ച്, അല്ലെ? യഹൂദർ അടയാളങ്ങളാകട്ടെ, അതായത് ജ്ഞാനമാകട്ടെ അടയാളമാകട്ടെ, അതിനപ്പുറം ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കുക അപ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതിന് നമുക്ക് വേറൊരു അവബോധം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുടെ ലേഖനത്തിൽ ആ അവബോധം നൽകുന്നുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, അതായത് അദ്ദേഹം നമുക്കറിയാം ഒരുപാട് സഭകൾ സ്ഥാപിച്ചു, ഒരുപാട് സുവിശേഷ പ്രസംഗം നടത്തി. ഇതെല്ലാം ചെയ്തതിന് ശേഷം പറയുകയാണ്, യേശുക്രിസ്തു സഹോദരനെ, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. അപ്പോ ക്രിസ്തു നമ്മളെ
സ്വന്തമാക്കി. പക്ഷേ നമുക്കിനിയും ക്രിസ്തുവിനെ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം. പക്ഷെ പ്രത്യാശയുണ്ട്. കാരണം എന്താണ്, ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന് വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-32 വാക്യത്തില് പത്രോസ് വീമ്പടിക്കുമ്പോ കർത്താവ് പറയും, നീ എന്നെ തള്ളി പറയും, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെ, നീ തിരിച്ചു വരണം. അപ്പൊ അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കർത്താവിനെ സ്വന്തമാക്കി, മനസ്സിലായല്ലോ, പക്ഷെ ഞാൻ ഇനിയും കർത്താവിനെ സ്വന്തമാക്കണം. അപ്പൊ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, സഭയെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോ സഭയെ എങ്ങനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് സഭയെ അമ്മയെ പോലെ സ്നേഹിക്കണം. അതായത് അമ്മ, നമ്മളൊരു ഒരു 60 അല്ലെങ്കിൽ 70, 80 വയസ്സൊക്കെ ആകുമ്പോൾ മുടിയൊക്കെ നരയ്ക്കും, കവളൊക്കെ ചുട്ടും, പല്ലൊക്കെ പൊഴിയും, ആകപ്പാടെ വ്യത്യസ്തമായ ഷേപ്പാകും. വേണമെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂപ്പത്തിയെന്നോ അമ്മുമ്മയെന്നോ കിളവിയെന്നോ ഒക്കെ പറയാം. പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ ഏറ്റവും സുന്ദരിയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ സഭ, ഇത്രയും വലിയ പാരമ്പര്യമുള്ള സഭ, അതിൻ്റെതായ കുറവുകൾ തന്നെയുണ്ട്. ഈ കുറവുകളിലും സഭ നമ്മുടെ അമ്മയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഭയെ സ്നേഹിക്കുകയും സഭയെ ഫീൽ ചെയ്യുകയും സഭയിൽ വളരുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാളാണ്. ഒരു കാലഘട്ടത്തിൽ പ്രീച്ചിങ്ങിന് വേണ്ടി, സുവിശേഷ പ്രഘോഷണമൊക്കെ അല്പമൊക്കെ തണുത്തിരുന്ന സമയത്ത് കർത്താവ് അയച്ച വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക്ക്. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മാധ്യസ്ഥ്യവും നമുക്കുണ്ടാകട്ടെ. ഒരു കൊച്ചു കാര്യം കൂടെ പറയട്ടെ. മതബോധനാധ്യാപകര് വിശുദ്ധരുടെ കൊച്ചു കൊച്ചു ചെറിയ വലിയ ക്ലാസിക്കൽ അല്ലെങ്കിലും കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിക്കുകയും കുട്ടികൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരെങ്ങനെ ക്രിസ്തുവിനെ സ്വന്തമാക്കി, അവരെങ്ങനെ കുരിശിൽ അഭിമാനം കൊണ്ടു, അത് സഹനങ്ങളിൽ എങ്ങനെ അഭിമാനം കൊണ്ടു, സഭയെ എങ്ങനെ സ്നേഹിച്ചു എന്ന് അവർ നല്ല മാതൃകകൾ നൽകുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ മതബോധന ക്ലാസ്സുകളൊക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവേ, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ജ്വലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന പാദങ്ങളുമുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാനും, പ്രത്യേകിച്ചും ഈ വർഷത്തെ മിഷൻ സന്ദേശം വൺ ഇൻ ക്രൈസ്റ്റ് യുണൈറ്റഡ് മിഷൻ, അതായത് ക്രിസ്തുവിൽ ഒന്നായിരുന്നു കൊണ്ട് വലിയ കൂട്ടായ്മയുടെ പ്രേക്ഷിതത്വം നിർവഹിക്കുവാൻ തക്ക കൃപ നൽകണമേ. പ്രത്യേകിച്ചും മതബോധന ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഒരു ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട്, കുരിശിനെ സ്നേഹിക്കുവാനായിട്ട്, സഭയെ സ്നേഹിക്കുവാൻ തക്കതായ ബോധ്യങ്ങൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പിതാവേ. ഒത്തിരി തിരക്കിനിടയിൽ ഓടി വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഓക്കെ. മാത്യുച്ച, എന്തെങ്കിലും പറയാനാണോ വന്നത്? ബെനിറ്റമ്മളെ കണ്ടിന്യൂ ചെയ്തു.
ബെന്നിറ്റയ്ക്ക് വല്ലതും പറ്റിയതാണോ? നെറ്റ് പോയി കേട്ടോ. ആ അനൗൺസ്മെന്റ്സ് പറയട്ടെ. ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുന്നവർ ഈ നമ്പറിൽ 9037201651 ലീറ്റൽസ് പോളുമായി ബന്ധപ്പെടുക. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങൾ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈൻ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ഓഗസ്റ്റ് 17 മുതൽ 22 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 അല്ലെങ്കിൽ 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്ക്, മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കോഴ്സ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മിസിയോ റിസോഴ്സ് ടീമുമായി ബന്ധപ്പെടുക. 3-5 ദിവസങ്ങളിൽ നീളുന്ന ഇടവക ധ്യാനങ്ങളും മിസിയോ ടീം നടത്തുന്നുണ്ട്. അതിനായും മുകളിൽ പറഞ്ഞ ഏതെങ്കിലും നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബ് ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മളൊരു മിഷനാണെന്ന് ബോധ്യം നൽകാൻ ഉതക്കുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ ശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായി ആലിസ് ആൻഡിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ബെന്നിറ്റ, താങ്ക് യു വെരി മച്ച്. ദൈവത്തിന് സ്തുതി. നമ്മൾ ഏതായാലും പിതാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിലും നമ്മുടെ ഒരു ഭാഗ്യമല്ലേ, ഇങ്ങനെ പിതാക്കന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും നമ്മോട് കൂടിയുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷകരമാണ്. നമ്മൾ കണ്ടില്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് അത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നേ. ഇനിയിപ്പോൾ ഓരോ ആഴ്ചയും നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ ആഴ്ചയും ഓരോ പോയിന്റ്, ഓരോ കാര്യങ്ങളാണ് പറയുക. ഇന്ന് നമ്മൾ കേട്ടത് ഇന്നത്തെ ആകെ നമ്മുടെ കോൺസെൻട്രേഷൻ ഒറ്റ വിഷയത്തിലാണ്. ദൈവം നമ്മളെ എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദൈവം നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന വിധം ദൈവത്തിന്റെ സർവ്വശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇതിലൂടെ എല്ലാം പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും ഗാനത്തിലൂടെയും എല്ലാത്തിലൂടെയും നമ്മൾ കേട്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ വിശ്വാസം കഴിവിയിൽ നിന്നാണ് നമുക്കറിയാമല്ലോ, കേൾക്കുമ്പോഴാണ് വിശ്വാസം വരുന്നത്. അതിനോടുള്ള നമ്മുടെ പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ ആഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ശരിക്കും ദൈവം നമ്മളെയൊക്കെ തോമസ് പറഞ്ഞില്ലേ, ആരാ കൂടെ സ്നേഹിക്കുന്നത്? ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയായതുകൊണ്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതെല്ലാവരിലേക്കും ഒരുപോലെ നിരന്തരം ഒഴുകുക. പക്ഷെ ഒരുമാതിരി ഇലക്ട്രിക് സർക്യൂട്ട് പോലാണ്. നമുക്കറിയാമല്ലോ, ഒരു ഇത് കത്തിപ്പോയി കഴിഞ്ഞാൽ, ഫ്യൂസ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ ഈ സ്നേഹം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അതിനോടുള്ള സഹകരണം ഇല്ലാതെ പോയാൽ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും. അപ്പം ഇത് നമ്മൾ കേട്ടു, ദൈവം ഇങ്ങനെ അതൊരുപാട് ദൈവവചനത്തിലൂടെ എല്ലാ അനുഭവങ്ങളിലൂടെയും ഒക്കെ ഞാൻ ചിലപ്പോൾ ഓർക്കും. രോഗം വന്നിട്ട് രോഗം സുഖപ്പെടുത്തുന്ന സ്നേഹമാണോ വലുത്? രോഗം ഒന്നും വരാതെ കാത്തു സംരക്ഷിക്കുന്ന സ്നേഹമാണോ വലുത്? നമുക്ക് വലുതും ചെറുതും ഒന്നുമില്ല. ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും എല്ലാവരിലേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക.
പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം ലഭിക്കുമെന്ന് വിശ്വസിച്ചോ? എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരെണ്ണം അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആദ്യമേ അത് നേരെയാക്കിയിട്ട് വേണം ബലിയർപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ, ഒരു ബുക്കും പേനായും ഒക്കെ സ്വന്തമായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ വെച്ച് ബുക്ക് മതി, വെക്കുന്നത് നല്ലതാ. അപ്പൊ അതിനകത്ത് ഈ ആഴ്ച നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വേറെ മെന്റേഴ്സ് പറഞ്ഞു തരും ഓരോ സബ് ഗ്രൂപ്പിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും വിഷമമുള്ള, ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്ന, എന്നോട് എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് പിടിക്കാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഫ്യൂസൊക്കെ ഒന്ന് കെട്ടാനാ കേട്ടോ. അതായത് ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ട് വരുമ്പോൾ, എന്തിനു വേണ്ടി ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? ആ സ്നേഹം നമ്മളിൽ നിറഞ്ഞൊഴുകിയിട്ട് എല്ലാവരിലേക്കും ഒഴുകിയെത്തി ഇവിടെ ഒരു ദൈവരാജ്യമായിട്ട്, പണ്ട് ഫ്രാൻസിസ് പിതാവ് പറഞ്ഞില്ലേ, പ്രത്യേലി തൂത്തി ആൻഡ് ദ എർത്ത് ഈസ് അവർ കോമൺ ഹോം. സകലരും സഹോദരര്, ദൈവത്തിന്റെ മക്കള്, ദൈവത്തിന്റെ കുടുംബം, ഈ ഭൂലോകവും ഭൂലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നാണ് സത്യമത. അല്ലെ, സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേസമയം എവിടെയെങ്കിലും ഒരെണ്ണം ഞാൻ അടച്ചു വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴുകുകയില്ല. അപ്പം ദൈവത്തിന്റെ കേട്ടല്ലോ, ഈ ദൈവത്തിന്റെ ഇങ്ങനെ ഒഴുകുന്ന സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച് അത് പങ്കുവെച്ച് എന്നിലൂടെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ ഒഴുകി 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 ചെല്ലണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ കണ്ടല്ലോ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ എല്ലാവരും അനുഭവിച്ച് അതിങ്ങനെ നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകി ദൈവ കുടുംബമായി, ദൈവരാജ്യമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ബ്ലോക്ക് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ശരിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്നോട് ബന്ധപ്പെട്ടിരുന്നതെല്ലാം ഈ ദൈവത്തിന്റെ സ്നേഹം ഒഴുകി അങ്ങോട്ട് പോകുന്നത് നമുക്കും ഈ ഒഴുക്കുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ കൂടുതൽ നമുക്കാണ് അനുഭവം ഉണ്ടാകുക. അല്ല, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവമക്കളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാനാകും. അപ്പം ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമമുള്ളത്, ചിലപ്പോൾ ദൈവത്തോടാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും അല്ലേ, ചിലത് നമുക്ക് പറ്റിയില്ല, പിടിച്ചില്ല. അപ്പം അതുപോലെ എന്തെങ്കിലും ആരോടെങ്കിലും ഒരു വിഷമം കാണും നമുക്ക്. അപ്പം അതെല്ലാം ദൈവത്തോടാകാം, മാതാപിതാക്കളോടാകാം, സഹോദരങ്ങളോടാകാം, ബന്ധുക്കളോടാകാം, അയൽക്കാരോടാകാം, അധ്യാപകരോടാകാം, വികാരിച്ചനോടാകാം, ഒത്തിരി പേര് നമ്മളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നോ ചെയ്തില്ലെന്നോ ഒക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമം കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പേരൊന്ന് എഴുതുക. പേരെഴുതുന്നത് എന്തിനാണെന്നറിയാവോ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, ഈ എഴുതുമ്പോഴേ ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ ഇവരിലേക്ക് ഒഴുകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാ കേട്ടോ. അപ്പൊ തന്നെ ബ്ലോക്ക് അങ്ങ് മാറും. അതുപോലെ എന്നെ ഒഴിഞ്ഞു മാറി നടക്കുന്ന വേറെ വല്ലവരും ഉണ്ടോന്ന്, എന്നോടങ്ങോട്ട് വലിയ കാര്യമില്ലാതെ സ്നേഹമില്ലാതെ നടക്കുന്ന, ഞാൻ ക്ഷമിക്കേണ്ടവരും എന്നോട് ക്ഷമിക്കേണ്ടവരും, ഞാൻ സ്നേഹിക്കേണ്ടവരും എന്നെ സ്നേഹിക്കേണ്ടവരും, അങ്ങനെയുള്ളവരുടെ എല്ലാം പേരുകളൊക്കെ ഒന്ന് എഴുതിയിട്ട്, കർത്താവേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ നിറഞ്ഞങ്ങോട്ട് അവരിലേക്കൊക്കെ ഒഴുകട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് എൻ്റെ സബ് ഗ്രൂപ്പിലൂടെ കിട്ടുന്ന ഇതൊക്കെ അനുസരിച്ചെല്ലാം നമുക്ക് ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മറക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. താങ്ക് യു ആൻറ്റി. സമാപന സന്ദേശവും ആശീർവാദത്തിനുമായി റവ ഫാദർ മനോജ് വടക്കേഴത്ത് CMF അച്ഛനെ ക്ഷണിക്കുന്നു. മനോജ മ്യൂട്ടാണ്. ഞാൻ പെട്ടെന്ന് ഒരു തരത്തിൽ പോയതാണ്. കേൾക്കാവല്ലോ അല്ലേ? കേൾക്കാം. സ്നേഹം നിറഞ്ഞവരെ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, അനുഭവത്തിലേക്ക്, അടുപ്പത്തിലേക്ക്, അടയാളങ്ങളിലേക്കും പോയ നിമിഷങ്ങളിലൂടെ കടന്നുപോയി.
ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പക്ഷെ കുഞ്ഞു രണ്ട് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഈ വരുന്ന ഓഗസ്റ്റ് 27 വിശുദ്ധ മോനിക്കയുടെ തിരുനാള്. ആ മോനിക്കയുടെ ഒരു ആപ്തവാക്യതാണ്: കർത്താവിൽ നിന്നും ഒന്നും അകലെയല്ല. ദൈവസ്നേഹത്തെ നാം ഓർത്ത് ഒന്ന് അറിഞ്ഞ് അനുഭവിച്ച് അതിൽ ആനന്ദിച്ച് അത് അറിയിക്കുന്ന ശുശ്രൂഷകരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. മോനിക്ക പുണ്യത്തിൽ ഓർക്കണം, കർത്താവിൽ നിന്നും ഒന്നും അകലെയല്ല. നാം എത്ര അകന്നാലും മറന്നാലും പോയാലും മറക്കാത്തൊരു ദൈവത്തെ, ഒരിക്കലും നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവത്തെ ഉള്ളുകൊണ്ട് ഊരുകൊണ്ട് ഉടലുകൊണ്ട് ഉറ്റവരോടൊത്ത് നമുക്ക് സ്നേഹിച്ച് സാക്ഷികളാകാൻ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ മോട്ടോ. ഈ ദൈവസ്നേഹത്തെ അറിയുക, അനുഭവിക്കുക, ആനന്ദിക്കുക, അത് ജീവിതം കൊണ്ട് അറിയിക്കാനായിട്ട് ഇടയാകട്ടെ. രണ്ടാമത്തെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാനുള്ളത്, ഓഗസ്റ്റ് 28 വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാളാണ്. തലേ ദിവസം അമ്മയുടെ തിരുനാളും പിറ്റേ ദിവസം ആ അമ്മയുടെ കണ്ണീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാളും. ഈ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവത്തെ പ്രണയിക്കുക എന്നത് ഏറ്റവും വലിയ പ്രയത്നമാണ്, അവനെ അന്വേഷിക്കുക എന്നത് ഏറ്റവും വലിയ സാഹസികതയുമാണ്, എന്നാൽ അവനെ കണ്ടെത്തുക എന്നത് ഏറ്റവും വലിയ നേട്ടവുമാണ്. ഓർക്കാം, ദൈവത്തെ പ്രണയിക്കുക എന്നത് ഏറ്റവും വലിയ പ്രയത്നവും, അവനെ അന്വേഷിക്കുക എന്നത് ഏറ്റവും വലിയ സാഹസികതയും, അവനെ കണ്ടെത്തുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടവുമായി തീരുന്ന ഒരു കാലഘട്ടത്തിന്റെ മാസമാണ് ഈ സ്വർഗാരോപണത്തിന്റെ 15 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം സഹന വഴികളെ സമർപ്പണ വഴിയാക്കി ദൈവത്തെ പ്രണയിച്ച് ദൈവത്തെ അന്വേഷിച്ച് അവനെ കണ്ടെത്തിയുള്ള ജീവിതത്തിന്റെ ചാരിതാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാൻ ഇടയാകട്ടെ. അവസാനമായിട്ട് വിശുദ്ധ ജോൺ പൊണ്ടണ്ണ മാർപ്പാപ്പ പറയുന്നത് പോലെ, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, ഒരിക്കലും സംശയിക്കരുത്, ഒരിക്കലും തളരരുത്, ഒരിക്കലും നിരുത്സാഹപ്പെടരുത്. 4 കാര്യമാണ്: ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, ഒരിക്കലും സംശയിക്കരുത്, ഒരിക്കലും തളരരുത്, ഒരിക്കലും നിരുത്സാഹപ്പെടരുത്. ഈ 2 ചിന്തകളോട് നമ്മുടെ ജീവിതം ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലൊക്കെ കുറിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ചില പന്തക്കോസ്ത കാലഘട്ടത്തിൽ കിട്ടിയൊരു പ്രാർത്ഥന അഭിഷേകമാണ് കിട്ടിയ ഒരു വേടാണ്. ഓ എന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞ നല്ലതായിരിക്കും. ഓ എന്റെ പരിശുദ്ധാത്മാവെ, എന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. വിശുദ്ധിയോട് ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള ജ്ഞാനവും കൃപയും എനിക്ക് നൽകണം. കൂടി പറയാം: ഓ എന്റെ പരിശുദ്ധാത്മാവെ, എന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. വിശുദ്ധിയോട് ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള ജ്ഞാനവും കൃപയും എനിക്ക് നൽകണമേ. നമുക്ക് നിമിഷം കരങ്ങൾ കൂപ്പാം. ദൈവമേ, ആയിരിക്കുന്ന അവസ്ഥകളെ അപ്പാടും നിന്റെ തിരുമുമ്പിൽ കാഴ്ചയായി ഞാൻ അർപ്പിക്കുന്നു. എന്റെ യോഗ്യതയല്ല തമ്പുരാനെ, നീ എന്റെ ജീവിതത്തിൽ അനാദി മുതലേ തലപ്പെടുത്തിയ ഒരു പുണ്യ നിമിഷത്തിന്റെ യോഗ്യതയുടെ ഒരു കൂട്ടായ്മയിൽ ഒരു പങ്കാളിത്തത്തിലാണല്ലോ ദൈവമേ ഈ ഒരു വിശുദ്ധ ദിനത്തിൽ ഞങ്ങളെ നീ എത്തിച്ചിരിക്കുന്നത്. അനുഗ്രഹ ദിനങ്ങളോട് കടന്നുമ്പോൾ നാളത്തെ പുതിയൊരു ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, കാലത്ത് 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വലിയ ദൈവാനുഭവ നിമിഷത്തിന് ഒരു പുതിയ ആശയം നമുക്ക് ഓരോ കണ്ടയാകട്ടെ. നമ്മുടെ കർത്താവ് ശിംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെ മാറവിസ പിതാവിന്റെ സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും നാം ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരുടെയും നാം ഓരോരുത്തരുടെയും പേരിന്റെ കാരണത്തിന് വിശുദ്ധരുടെയും നാം ഓരോരുത്തരുടെയും മാതൃ ഇടവക ദേവാലയ വിശുദ്ധരുടെയും വളരെ പ്രത്യേകമായി ഇന്നിന്റെ തിരുനാളിന് കാരണമുറയായ ജപമാലയിലൂടെ ഇപ്രിയത്തിലൂടെ സഭയെ പരിശുദ്ധമ്മയിലൂടെ നമുക്ക് സഭ വീണ്ടെടുക്കാൻ പറഞ്ഞ ഡൊമിനിക്കിന്റെ പ്രത്യേക മാധ്യസ്ഥോട് ചേർന്നുകൊണ്ട് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല സന്ദേശം പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ നമ്മളെ ബ്ലസ് ചെയ്ത മനോജ് അച്ഛന് ഒരുപാട് നന്ദി. 7 നിത്യസത്യങ്ങളുടെ ഉള്ള ആത്മീയ യാത്രയിലെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമാപന ഗാനത്തിനായി മരീന ജോയിനെ ക്ഷണിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ
നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദി